ആദ്യത്തെ ആഴ്ചത്തെ ധ്യാനത്തിന് വന്നൊരു ചേച്ചി ഈ കോളർ വെച്ചിട്ട് ചേച്ചിക്ക് കഴുത്ത് പോലും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ചേച്ചി വലിയ ആഗ്രഹത്തിൽ വന്നിരിക്കുക. വീട്ടുകാർ പറഞ്ഞു, നീ എന്തിനാ ധ്യാനിക്കാനൊക്കെ പോകുന്നത്? നിനക്കിപ്പോൾ ഒന്നാമത് വയ്യാത്ത അവസ്ഥയല്ലേ, നീ ഇതിനൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ സ്പർശിക്കും. അപ്പോൾ ധ്യാനത്തിന് 1-ാം ദിവസം വന്നപ്പോൾ തൊട്ട് ആ ചേച്ചി പറഞ്ഞു, കർത്താവേ, എനിക്ക് സൗഖ്യം വേണം, എൻ്റെ സൗഖ്യത്തിലൂടെ അനേകർ രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി 4-ാം ദിവസം ആ ശുശ്രൂഷ സമയത്ത്, ആരാധന സമയത്ത് ആ സഹോദരി കോളർ ഊരി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി കോളർ വേണ്ട, കാരണം കർത്താവ് എന്നെ തൊട്ട് കഴിഞ്ഞു. ആ ചേച്ചി വന്നത് ഒറ്റയ്ക്കല്ല, ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് അത് വന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ആ രോഗപീഠ ഉണ്ടായത് എന്തിനാണെന്നറിയാവോ? അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ഭർത്താവും പിള്ളേരും വന്നത് കണ്ടോ? അവർക്കൊരടയാളമായിട്ട് കർത്താവ് കൊടുത്തതാണ് എൻ്റെ ആ വേദന. ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭർത്താവും മക്കളും കൂടെ വന്നിരിക്കുന്നത്. അച്ഛാ, ഞാൻ അന്ന് അനുഭവിച്ച വേദനയിലൂടെ എൻ്റെ ഭർത്താവും കുട്ടികളും ധ്യാനത്തിന് വന്നിരിക്കുന്നു. അവരും കൂടെ ധ്യാനം കൂടി സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയി. നല്ലൊരു വെടിക്കെട്ട് കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കരിക്കട്ടയ്ക്ക് സമാനമായ അനുഭവത്തെ ഓർത്തുകൊണ്ട് വിഷമിച്ചോണ്ടിരിക്കാനല്ല, മറിച്ച് അവയ്ക്ക് ചൂട് കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പഠിപ്പിച്ചത്. ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ച്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാർത്ഥനാ നിയോഗം വരുമ്പോൾ മിക്കവാറും ഞാൻ കാണുന്ന എന്നാന്നറിയോ? അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ. വിഷമം, സങ്കടം, ഭാരം അത്രമേലുണ്ട്. പ്രാർത്ഥനാ നിയോഗങ്ങൾ അത്രമേലുണ്ട്. പരിത്യക്തരായിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. വചനം പറയുന്ന കാര്യം, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഹല്ലേലൂയ.